സാവിത്രി, ഉറങ്ങിയോടൂ താൻ? ഇല്ല, പഴയ കാലമൊക്കെ ഓർത്ത് അങ്ങനെ കിടക്കുകയായിരുന്നു. ഇന്നേക്ക് 41 കൊല്ലം തെളിഞ്ഞു നമ്മളൊപ്പമായിട്ട്. ഇന്നലെ കഴിഞ്ഞ പോലെയുണ്ട്. നല്ല ഓർമ്മയുണ്ട്. അന്നത്തെ തൻ്റെ ആ നാണവും പേടിയുമൊക്കെ സന്ധ്യ ആയതോടെ വീട്ടിൽ പോണമെന്നും പറഞ്ഞ് കരച്ചിലോടെ കരച്ചില്. അയ്യടാ, എന്തായിരുന്നു അന്നത്തെ കപ്പട്ട മീശയും ഗൗരവഭാവവും ഒക്കെ. ആരായാലും പേടിക്കില്ലേ? എന്നാലും എൻ്റെ നെറുകല് തലോടിയിട്ട് പേടിക്കണ്ടാട്ടോന്ന് പറഞ്ഞപ്പോ ആ മുഖത്തെ പുഞ്ചിരിയും ദയും കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് പേടിക്കേണ്ട ആളല്ലാന്ന്. പേടി മാറിയെന്നല്ല ഉള്ളൂ. ഒരു ഉമ്മ കിട്ടാൻ തന്നെ പിന്നെയും എടുത്തില്ലേ ഒരു 1.5 ആഴ്ച. മിണ്ടാതിരിക്കെ. വയസ്സ് 74. ഓർമ്മയുണ്ടോ ആവോ? പണ്ടത്തെ കല്യാണ ചക്കനെന്നാ വിചാരം. ഓ, എനിക്കിപ്പോഴും അതോർക്കാനേ വയ്യ. ആ, അതൊക്കെ ഒരു കാലം. എടോ സാവിത്രി, എന്നോട് പിണങ്ങുമ്പോ താൻ എടുത്തു പ്രയോഗിക്കണ ആ ഒറ്റപ്പാലത്തുനിന്ന് വന്ന മാധവൻ മാഷിയുടെ ആലോചനയില്ലേ? എന്നെക്കാളും 10 മടങ്ങ് സുന്ദരനായ ആ മാഷിയുടെ ആലോചന. എടോ, തൻ്റെ അമ്മാവൻ വേണ്ടാന്ന് വെച്ച ആ ആലോചന. ഓ, അത് ഞാൻ നിങ്ങളെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞേർന്നല്ലേ. ഈ കപ്പട മീശക്കാരൻ്റെ തന്നെയായിരുന്നു എനിക്ക് വന്ന ആദ്യത്തെ ആലോചന. എനിക്കന്നേ അറിയായിരുന്നു താനത് വെറുതെ പറയുന്നതാണെന്ന്. വാരത്തിയ മാലതീരെ കത്തും തിരിച്ചങ്ങട് തോന്നിയ കമ്പവും ഒന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ കള്ളക്കാമുക. പാവം, നല്ല സുന്ദരി കുട്ടിയായിരുന്നു. ചെറുപ്പത്തിലെ പാമ്പ് കടിയേറ്റ് മരിക്കാനായിരുന്നല്ലോ അതിന്റെ വിധി. സിദ്ധുവേട്ടാ, മക്കളെ ഇപ്രാവശ്യമെങ്കിലും വന്നൂലോ. മനസ്സ് നിറഞ്ഞു ശരിക്കും. സമ്മാന പൊതികളും കൊണ്ട് അച്ഛൻ്റെ അമ്മയുടെയും വിവാഹ വാർഷികത്തിന് മക്കള് വരാൻ ചില്ലറ ഭാഗ്യമൊന്നും പോരാട്ടോ. എന്താ ഇപ്പൊ ഒരു പരിഹാസം? ജയൻ അവന്റെ മോളുടെ പരീക്ഷ തിരക്കിലും ശാരദ ഉള്ള മോന്റെ ക്യാമ്പിന്റെ തിരക്കിലും ഒക്കെ ആയിട്ട് കൂടി രണ്ടാളും ഓടിയെത്തിയില്ലേ. അത് ഭാഗ്യം തന്നെയാ. 6 കൊല്ലങ്ങൾക്ക് ശേഷം കാണുകയല്ലേ മക്കളെ, ഭാഗ്യം തന്നെ. അച്ഛനും മക്കളും കൂടെ കുറേ നേരം ഗൗരവമായിട്ട് സംസാരിക്കണ കണ്ടുല്ലോ. ജയന്റെ മോളുടെ കല്യാണക്കാരിയാണോ? അവർ തീരുമാനിച്ച പോലെ നടത്തിക്കോട്ടേട്ടോ. പഴയ കാലമൊന്നുമല്ല, എതിർക്കാനൊന്നും പോണ്ട. അല്ലെങ്കിലേ അവന്റെ ഭാര്യയ്ക്ക് നമ്മളെ അത്ര പിടുത്തല്ല. ഹേയ്, അതൊന്നുമല്ലടോ. താനിവിടെ എൻ്റെ അടുത്ത് വന്ന് ഒന്ന് കിടന്ന ഇത്തിരി നേരം. ഇതിപ്പോ എന്താ കഥ? വിവാഹ വാർഷികം പ്രമാണിച്ച് ഇത്തിരി ശൃംഗാരം വരുന്നുണ്ടോ ആവോ? സാവിത്രി, കഴിഞ്ഞ 49 കൊല്ലമായിട്ട് എനിക്ക് താനും തനിക്ക് ഞാനും നിഴല് പോലെ കൂടെയുണ്ട്. ഒരു ദിവസം പോലും പിരിഞ്ഞു നിന്നിട്ടില്ല നമ്മള്. എന്തൊരു വിഷമം പോലെ. മക്കള് പോണോണ്ടാ? നമുക്ക് നമ്മളില്ലേ സിദ്ധുവേട്ടാ? ഉണ്ട്, എന്നും ഉണ്ടാവും. ഇതുപോലെ എന്നും ഒരു മുറിയില് ഒന്നിച്ചുണ്ടാവാൻ പറ്റിയില്ലാച്ചാലും ഒരു വിളിപ്പാട് അകലെയെങ്കിലും ഉണ്ടാവും. എന്തൊക്കെയായി പറയണേ സാവിത്രി? നാളെ നമുക്കൊരു യാത്രയുണ്ട്. യാത്രയോ? എങ്ങട്? ഈ വീട്ടിലിങ്ങനെ പരസ്പരം നോക്കിയിരുന്ന് മടുപ്പ് വരാതിരിക്കാൻ കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളെ മാറ്റാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടത്രേ നമ്മുടെ മക്കള്. സിദ്ധുവേട്ടാ, ഇതിലും സന്തോഷം കിട്ടുന്ന ഏത് സ്ഥലം നമുക്ക് വേറെ? നമ്മളെപ്പോലെയുള്ള വേറെയും ആളുകളുണ്ടാവും അവിടെ. മാസം മാസം പണമടച്ച് സ്നേഹം വാങ്ങണോര്. അപ്പൊ ഇതായിരുന്നൂലേ ആ സംസാരമല്ലേ? വൃദ്ധസാനാവൂലേ? അവിടെ എങ്ങനെയാ ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ലേ? പകലൊക്കെ പരസ്പരം കാണാം, രാത്രി വെവ്വേറെ ബ്ലോക്കിലാവും.
അവിടുത്തെ ചിട്ടകള് നമുക്ക് വേണ്ടി മാറ്റാൻ പറ്റില്ലല്ലോ. സാരമില്ലടോ, സാരമില്ല. ഈ വീട്ടിൽ നിന്ന് മരിച്ചിറങ്ങണം, എൻ്റെ സിദ്ധുവേട്ടന് മടിയിൽ കിടന്ന് മരിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഞാനൊന്ന് പറഞ്ഞു നോക്കിയാലോ മക്കളോട്? വേണ്ടടോ, ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയതാ, തോറ്റുപോയി ഞാൻ. തനിക്ക് ആ വേദന താങ്ങാനാവില്ലടൂ. സാരമില്ല സാവിത്രി, ദൈവം വിധിച്ച ഈ വേഷവും നമുക്ക് ആടാം. സിദ്ധുവേട്ട, ആ കൈയൊന്ന് നീട്ടിവെച്ച് പണ്ടത്തെ പോലെ കയ്യിൽ തലവെച്ച് അവസാനമായി ഒന്ന് കിടക്കട്ടെ ഞാൻ. എൻ്റെ കൃഷ്ണ, ഇന്നുവരെ നീ എൻ്റെ ഒരു പ്രാർത്ഥനയും നിറവേറ്റി തരാതെ ഇരുന്നിട്ടില്ല. എനിക്ക് 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 നാളെ ഉണരേണ്ട കൃഷ്ണ. സാവിത്രി, എന്തൊക്കെയാണോ താനീ പറയണത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട വൃദ്ധജനങ്ങൾ അവസാന കാലം കഴിയേണ്ടത് വൃദ്ധസദനങ്ങളിലല്ല, അവർ നട്ടുവളർത്തിയ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയാണ്. അവർ നമ്മെ നെഞ്ചോട് ചേർത്തതുപോലെ അവരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് നിർത്തുക.